ചെമ്പനീർപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സച്ചി ഫൈനാൻസർ അടുത്ത് കാർ തിരികെ ചോദിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ മാപ്പ് പറയാതെ അദ്ദേഹം കാർ തരില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വരെയായിരുന്നു. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. ശ്രുതിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കാണ് കേട്ടോ. അമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്തിനാ ഇപ്പോൾ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിക്കുക, ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് എന്താ പറയും. ഇപ്പൊ ശ്രുതി നിന്റെ അടുത്തുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല പുറത്തുണ്ട്, ഇപ്പൊ വരും. അമ്മ എന്തിനാ ഇപ്പൊ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ നിനക്ക് ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അത് നാളെയല്ലേ അമ്മേ? നാളെ നീ നിന്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കും. അപ്പൊ നിനക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുമെന്ന് അറിയില്ലല്ലോ. ആദിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോ ശരി അമ്മ വേഗം കൊടുക്ക്. ഹലോ ആന്റി. ആദി നീ ഡ്രസ്സ് മേടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മേടിക്കണം, വലിയ ഷോപ്പ് പോയിട്ട് നല്ല അടിപൊളി ഡ്രസ്സ് മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നീ സൂക്ഷിച്ച് മേടിക്കണം. കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മയുടെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ ആദി ആ ശരി ആന്റി നാളെ വരൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇല്ലടാ ആന്റിക്ക് ജോലിയുണ്ട്, ഞാൻ ഇനിയൊരു ദിവസം വരാം എന്നുള്ള കാര്യം പറയുമ്പോൾ എപ്പോൾ വിളിക്കുമ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ വരും, അപ്പോൾ ആന്റിയും കൂടി വന്നാൽ നന്നായിരിക്കും. എനിക്ക് കാണണം എന്നുള്ള കാര്യം തോന്നുന്നു എന്നുള്ള കാര്യം ആദ്യം പറയുന്ന സമയത്ത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് ജോലിയുണ്ട് മോനെ, അതുകൊണ്ട് ആദ്യം അടുത്ത മാസം നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരാം. നിനക്ക് വരുന്ന സമയത്ത് ഞാൻ എന്താ മേടിച്ചുകൊണ്ട് വരേണ്ടത്? എനിക്കൊന്നും വേണ്ട, നീ വന്നാൽ മാത്രം മതി എന്നുള്ള കാര്യം പറയുകയാണെ. എന്തായാലും വരാമെന്ന് പറയാണ് കേട്ടോ. പിന്നെ ആൻറ്റി സ്കൂൾ ലീവല്ലേ, ഞാൻ രേവതി ആൻറ്റീൻ്റെ വീട്ടിൽ പോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ വെക്കേഷന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ആദി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അവരുടെ അടുത്തൊന്നും സംസാരിക്കരുത് എന്ന്, പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരില്ല നിന്നെ. ഇല്ല ഞാൻ പോവില്ല എന്നുള്ള കാര്യം ആദി പറയണേ. എന്നാ നീ അമ്മമ്മയ്ക്ക് ഫോൺ കൊടുക്ക്. അമ്മ ഇപ്പോഴും ആ രേവതിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല മോളെ, ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അവളുടെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല, അവൾ എനിക്ക് കോളും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കും എനിക്കും അത് നല്ലതാണ്. അതൊക്കെ ഇരിക്കട്ടെടി, ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ എനിക്ക് ക്യാഷ് അയച്ചത്? അമ്മയുടെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശ്? നീ തന്ന കാശിന്ന് കുറച്ച് മിച്ചം വെച്ചതാണെന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് ചെലവിന് വേണ്ടി ഞാൻ തന്ന പൈസയല്ലേ, എനിക്ക് എന്ത് ചെലവാടി ഇവിടെ? ഇത് നിന്റെ ഫസ്റ്റത്തെ ഫെസ്റ്റിവൽ അല്ലേ, അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഒന്നും തരാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ പണം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് എടുക്കണം. എന്തിനാ അമ്മ ഇതൊക്കെ ഞാൻ തന്നെ മേടിക്കില്ലായിരുന്നോ? മുറപ്രകാരം നിനക്ക് ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് ഇതെങ്കിലും ഇരിക്കട്ടെ. ഫെസ്റ്റിവൽ ദിവസം നീ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണമെന്ന് പറയുമ്പോൾ ശരിയമ്മ ഞാൻ അയക്കാം. പിന്നെ കല്യാണി നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നെക്കുറിച്ച് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇനിയും അമ്മ എന്താ പറയുന്നത്, ഞാൻ സത്യം പറയണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണോ? ഞാനും നീ കേൾക്കാനൊന്നും പോകുന്നില്ലല്ലോ, അതൊക്കെ നിന്റെ ഇഷ്ടം. നീ സുധിയും കൂട്ടിയിട്ട് ഒരു ദിവസം നമ്മുടെ നാട്ടിലേക്ക് വരണം. നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ നമ്മുടെ തറവാട്ടിലെ അമ്പലത്തിലേക്ക് എല്ലാവരും കൂട്ടി പോകണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാത്തിനും അമ്മ അതിൻ്റെതായ സമയമുണ്ട്, ഒരു ദിവസം ഞാൻ അവരെയും കൂട്ടിയിട്ട് വരാം. നിനക്ക് സുഖമല്ലേ മോളെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അമ്മേ എനിക്ക് സുഖമാണ്. അമ്മ പുതിയ സാരി എടുത്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് സാരി, ആദിക്ക് മാത്രം ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഉണ്ട്, അത് തന്നെ ഉടുത്തോളാം എന്ന് പറയണേ. അമ്മ എന്താ പുതിയ സാരി മേടിക്കാണ്ടിരിക്കുന്നത്? അമ്മ പറയുന്ന കേക്ക് ഇന്ന് തന്നെ അമ്മ പോയിട്ട് ഒരു സാരി മേടിക്കണം. ശരിടി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. തുടർന്ന് രേവതിയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ അനിയൻ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടനെ കാണുന്നില്ലല്ലോ ചേച്ചി എന്നുള്ള കാര്യം. അറിയില്ലടാ, കാറിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് രാവിലെ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് അറിയില്ല എന്ന് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചി കുടിച്ച് കൂത്താടിയ പോലെ ഇങ്ങനെ വരുന്നത്. വന്നോടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോഴേക്ക് സച്ചി ഉള്ളിലേക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, ഫൈനാൻസിൽ കാറ് തരില്ല എന്ന് പറഞ്ഞു, അവന് കണക്കിന് കൊടുത്തു. അയ്യോ ഞാൻ ഒരു കാര്യം മറന്നുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാളെ തല്ലാൻ വേണ്ടി പോകുന്ന രീതിയിൽ പോകുന്ന സമയത്ത് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ലക്ഷ്മി എന്ത് പറയാനാ, എല്ലാ അമ്മേന്റെ തലയിലെടുത്ത്. അങ്ങനെ സച്ചിയുടെ പുറകെ രേവതി പോകുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് വരാം. ആരോടാണെങ്കിലും നിനക്കെന്താ? സച്ചി പോകുന്ന കണ്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ എന്ന്. ഇത് ഹൗസ് ഓണറുടെ വീടാണെന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കറിയാം, അവരുടെ അടുത്ത് നീ രാവിലെ കള്ളം പറഞ്ഞില്ലേ, കാറ് സർവീസിന് കൊടുത്തിരിക്കുക എന്നുള്ള കാര്യം, അവരത്രയും നല്ലവരാണ്, അവരുടെ അടുത്ത് കള്ളം പറയാൻ പാടില്ല, സത്യം പറയാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അവര് വീട്ടിലില്ല, നമുക്ക് രാവിലെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. അങ്ങനെ സച്ചിയെ കൂട്ടിയിട്ട് പോകുമ്പോഴേക്കും ഹൗസ് ഓണർ ഇങ്ങനെ ഗേറ്റിന് തട്ടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ആരാ കഥകിനെ മുട്ടിയെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് ഹൗസ് ഓണർ അവിടെ ഇല്ല എന്നുള്ള കാര്യം, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും പോവാണേ. അയ്യോ രേവതി നീ ചെല്ല്, ഹൗസ് ഓണറുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ള കാര്യം പറയുന്നുണ്ട്.
അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് കേട്ടോ, ദേവു നീ വേഗം പോയിട്ട് കുറച്ച് ലഡു എടുത്തിട്ട് വാ എന്നുള്ള കാര്യം. അങ്ങനെ സച്ചി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും രേവതി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്നുള്ള കാര്യം. നാളെയല്ലേ ഫെസ്റ്റിവല്, പിന്നെ എന്തിനാ ഇന്ന് കൊണ്ടുവന്നത്? നാളെ കൊണ്ടു തന്നാൽ പോരായിരുന്നു സ്വീറ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല അത് രാവിലത്തേക്ക് ഒരുമാതിരിയാകും, അതുകൊണ്ട് കൊണ്ടു തന്നാണ്, ഇപ്പം തന്നെ കഴിച്ചാൽ നന്നായിരിക്കും എന്ന് പറയണം. അതിൻ്റെ ഇടയ്ക്ക് അതല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി. നിക്ക് സച്ചിയേട്ടാ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയണേ. അങ്ങനെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയെ നൈസായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. പക്ഷേ സച്ചിയുടെ ഒരു ഭാവവ്യത്യാസമൊക്കെ കണ്ടിട്ട് ഹൗസ് ഓണർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ സച്ചിക്ക് എന്നുള്ള കാര്യം. ഒന്നുമില്ല, ഭയങ്കര ടയേർഡാണ്, ജോലി ചെയ്തിട്ട് വന്നതല്ലേ, പുറത്തുനിന്ന് വന്നുകൊണ്ടാണെന്ന് പറയണേ. ആ ശരി മോളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് പാത്രം ഒഴിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ പാത്രം മേടിക്കാൻ വേണ്ടിയിട്ട് രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും രേവതിയുടെ അനിയൻ സച്ചിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സച്ചിയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് തന്ന അവരുടെ അടുത്ത് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. നിങ്ങളുടെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വാ തുറന്ന കള്ളം മാത്രമേ പറയുള്ളൂ. ചെയ്തത് തെറ്റാണ്, ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറയാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതിയുടെ അനിയൻ പറയുന്നുണ്ട് കേട്ടോ, വേണ്ട സച്ചിയേട്ടാ ഇപ്പൊ പോണ്ട, നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം എന്നുള്ള കാര്യം. അമ്മ ചെന്നിട്ട് വേഗം ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ഭക്ഷണം എടുത്ത് വെക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുമ്പോൾ രേവതി പറയില്ല എന്നുള്ള രീതിയിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സച്ചി ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മയെ തന്നെ വിളിക്കുകയാണ്. എന്താ മോനെ പറ. എന്റെ കാറ് പോയി, അച്ഛൻ നാണം കെട്ടിട്ട് സ്റ്റേഷനിലിരുന്നു, എന്നിട്ട് സുഖമില്ലാതെ ഓപ്പറേഷൻ വരെ ചെയ്തു, എന്റെ വാടകക്കാരും പോയി, ഞാനിപ്പോൾ റോട്ടിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ആര് കാരണമാണ് പറ, ആര് കാരണമാണ്? ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമാവുന്നുണ്ടെങ്കിലും ലക്ഷ്മി പറയുന്നുണ്ട്, എന്റെ മോള് ചെയ്ത തെറ്റുകൊണ്ടാണ് മോനെ. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ ന്യായമായിട്ടാണ് സംസാരിക്കുന്നത്, അമ്മയ്ക്ക് അറിയാം, പക്ഷെ ഇതേ ഇവൾക്ക് അറിയില്ല. അങ്ങനെ കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ രേവതി. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? താഴെ പോയിട്ട് അവരുടെ അടുത്ത് എന്തെല്ലാം അഭ്യാസമാണ് കാണിക്കാൻ വേണ്ടി പോയത്? നോക്കമ്മേ, ഇവള് കിടന്ന് തുള്ളുന്നത് ഇവള് കാരണമാണ്, എല്ലാം ഇവള് കാരണമാണ്. എന്ത് ഞാൻ കാരണമെന്നുള്ള കാര്യം ചോദിച്ചിട്ട് രേവതി ദേഷ്യപ്പെടുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, രേവതി നീ മിണ്ടാതിരിക്കുക, സച്ചി ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയണേ. മോനെ സച്ചി ഭക്ഷണം കഴിക്കുക. അമ്മേ, ഇവള് ചെയ്ത പണിക്ക് ഞാൻ ഇങ്ങോട്ട് വരാനേ പാടില്ല, പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണമല്ലോ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ മോനെ നീ കഴിക്കും മോനെ എന്നുള്ള കാര്യം പറയുമ്പോൾ, അമ്മ എനിക്ക് കഴിക്കാനും പറ്റുന്നില്ല, എന്ത് ചെയ്യാനാ? അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നല്ല കഴിപ്പാണ് കേട്ടോ. എൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. ഒരാൾ പോലും എന്നെ നേർക്ക് നിന്നിട്ട് സംസാരിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് എന്നെ നാണം കെടുത്തി. കാറിന് മേലെ കൈവയ്ക്കരുത് പോടാ എന്ന് പറഞ്ഞു. എല്ലാം ഇവള് കാരണമെന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര കരച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പെടുത്തിട്ട് ഇതെന്താ ബോണ്ടയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട് കേട്ടോ, അല്ല എന്ന്, ഇതും കഴിക്കാൻ പാടില്ലാത്തതാ, പക്ഷെ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കഴിപ്പാണ്. ഇനിയെങ്കിലും അമ്മ പറ, ഇവളുടെ മേലെ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് തെറ്റുണ്ട് എന്നുള്ള കാര്യം. ഇതാണ് പോയിന്റ്. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സത്യം. ഇവൾ എന്താ ചെയ്യേണ്ടത് പറ അമ്മേ. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നുള്ള കാര്യം പറയുമ്പോൾ പറയണം, നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം, അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം പറയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കരഞ്ഞുകൊണ്ട്. തുടർന്ന് വേറെന്തോ എടുത്തിട്ട് ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ കഴിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ്, പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. വീണ്ടും കറി ഒഴിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല അച്ഛന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. കുടിച്ചു ബോധമില്ലാതെ മനസ്സിന് ഭയങ്കര വിഷമമായിട്ടാണ് കേട്ടോ സച്ചി സംസാരിക്കുന്നത്. തുടർന്ന് ദേവുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നീ നിന്റെ ചേച്ചിയെ പോലെയൊന്നും നടക്കരുത് എന്നും, നന്നായിട്ട് പഠിച്ച് നല്ല ഉയരത്തിലെത്തണം, പെണ്ണുങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം എൻ്റെ അച്ഛൻ എപ്പോഴും പറയും. ശരി സച്ചിയേട്ടാ, സച്ചിട്ടൻ കഴിക്കി. അത് കഴിഞ്ഞ് രേവതിയുടെ അനിയൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ സച്ചി, എടാ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? നിനക്കും കൂടി ബാധകമാണ് ഞാൻ പറഞ്ഞത്. നീ നല്ല പഠിച്ച് നല്ല ബുദ്ധിയുള്ളവനാവണം, നിന്റെ ചേച്ചീനെ പോലെ കള്ളൊന്നും പറയരുത്. ശരി സച്ചിയേട്ടാ, സച്ചിയേട്ടൻ കഴിക്കുമെന്ന് അവനും പറയാണ്. അങ്ങനെ വീണ്ടും കഴിച്ചതിന് ശേഷം പിന്നെയും കരയാണ് കേട്ടോ സച്ചി. എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എൻ്റെ അച്ഛനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി, എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നല്ല മനുഷ്യനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നല്ല മനുഷ്യൻ തന്നെയാണ് മോനെ. അപ്പോഴേക്കും ലക്ഷ്മിയുടെ കണ്ണൊന്ന് അറിയുന്നുണ്ട് കേട്ടോ. ആ മനുഷ്യൻ അവൾ അവിടെ കൊണ്ട് എത്തിച്ചില്ലേ, തപ്പ് ചെയ്തില്ലേ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് അങ്ങ് കാലിത്തുള്ളാണ് കേട്ടോ. ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഒങ്ങുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, നീ അവിടെ മിണ്ടാതിരിക്കി, തെറ്റ് തന്നെയാണ് മോനെ, മോൻ കഴിക്കി. അതൊക്കെ കഴിഞ്ഞ് അടുത്ത പാത്രം എടുത്തിട്ട് അതിനകത്ത് എന്താന്ന് ചോദിക്കുകയാണ്. ചിക്കനാണെന്ന് പറയുമ്പോൾ ഇതും കൂടി വിളമ്പാൻ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, അച്ഛന് വേണ്ടിയിട്ട്. അങ്ങനെ സച്ചിയുടെ വിഷമമൊക്കെ കണ്ടിട്ട് ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. കരയുന്നത് സച്ചി കാണുന്നുണ്ട്. എന്തിനാ അമ്മയെ കരയുന്നത്? നിങ്ങളുടെ മകള് നിങ്ങളെയും പറ്റിച്ചോ?
ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അമ്മ കരയരുത്. എനിക്കും നിങ്ങൾ അമ്മയെ പോലെ തന്നെയാണെന്ന് പറയാൻ കേട്ടോ. കരയരുത് അമ്മേ. ഞാൻ പിന്നെ ആരെടുത്ത് സംസാരിക്കും? ഞാൻ ആരോട് പറഞ്ഞിട്ട് കരയും? ശരി മോനെ, നീ കഴിക്ക്. ശരി അമ്മേ, ഫീൽ ചെയ്യണ്ട, എല്ലാവരും കഴിക്കുമെന്ന് പറയുമ്പോൾ നീ കഴിക്കും മോനെ, അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചോളാം. അങ്ങനെ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പായസോടൊപ്പമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സച്ചി കഴിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രവിയും ചന്ദ്രയും ശ്രുതിയും കൂടി ചേർന്നിട്ട് പടക്കം പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ചന്ദ്ര പറയുന്നുണ്ട്, ഞാനും ശ്രുതിയും കൂടി ചേർന്നിട്ട് പടക്കം പൊട്ടിക്കുന്നത് നീ ഒരു വീഡിയോ എടുക്ക്, എന്നിട്ട് ശ്രുതിയുടെ അച്ഛന് അയച്ചു കൊടുക്കാലോ ചൂടോടെ. അവരറിയട്ടെ ഞാൻ എന്റെ മരുമകളെ എന്തുപോലെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പെട്ടെന്ന് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അവരാരും കാണാതെ ശ്രീകാന്ത് കുറച്ച് മാറി നിന്നിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് അവരൊപ്പമുള്ള ആ ഒരു പണ്ടത്തെ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രംഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ തിരിച്ച് ശ്രീകാന്ത് ശ്രുതിയുടെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ. ശ്രീകാന്ത് എവിടെ പോയിരുന്നു? ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്താ മുഖം വല്ലാതെ ഡള്ളായിട്ടുണ്ടല്ലോ. ഫെസ്റ്റിവലിനൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വീണ്ടും തുടങ്ങിയെന്ന് ചോദിക്കുകയാണേ. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് വരാന്നുള്ള കാര്യം പറയുമ്പോൾ വീട്ടിലോ ഉള്ളിൽ കയറിയില്ല, പുറമേ നിന്ന് കണ്ടു. അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും സന്തോഷമായിട്ട് ഇന്ന് പൂത്തിരിയും കമ്പിത്തിരിയും ഒക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഞാനും കൂടെ ഉണ്ടാവണമായിരുന്നു. അവര് നിന്നെ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അവരെ തന്നെ കുറിച്ച് ചിന്തിക്കുന്നത്? നോക്ക് ശ്രീകാന്ത്, നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നീ വെറുതെ എന്റെ മൂഡ് സ്പോയിൽ ചെയ്യരുത്. കൂടി ചേർന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കമ്പിത്തിരി കത്തിച്ചിട്ട് അങ്ങ് നേരെ റോഡിലേക്ക് വലിച്ചെറിയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, ഞാനൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറയണേ. നീ വെറുതെ ക്ലാസ് ഒന്നും എടുക്കല്ലേ എന്ന് പറയുമ്പോൾ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് റോഷൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് പോയ തക്കം നോക്കിയിട്ട് വർഷയെ വണ്ടി ഇടിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഒരു ബൈക്കുകാരൻ വന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ജസ്റ്റ് വർഷയൊന്ന് അവിടെ വീഴുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് വരുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിച്ച്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉളുക്കിയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ തൈലം തേച്ച് കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഉള്ളിലേക്ക് പോവാണ്. പക്ഷെ റോഷനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിസ്സായി എന്നുള്ള കലിപ്പിലാണ്. എന്നിട്ട് കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ തൈലം തേക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. തൈലൊക്കെ തേച്ചതിന് ശേഷം ശ്രീകാന്ത് ചെറുതായിട്ട് വർഷയുടെ അടുത്ത് നടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ദിവസം രാവിലെയാണ് കേട്ടോ പടക്കമൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് സച്ചി എണീക്കുന്നത്. ഇന്നലെ കുറച്ച് ഓവറായി പോയോ, ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നുണ്ടല്ലോ. അതേസമയമാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ലക്ഷ്മിയും അതുപോലെ രേവതിയും ദേവും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പടക്കം പൊട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് അനിയൻ പറയുന്ന സമയത്ത് ആദ്യം ഭക്ഷണമൊക്കെ റെഡി ആവട്ടെടാ, അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറയണേ. അപ്പോഴാണ് സച്ചി ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നത്. എന്തു പറ്റി സച്ചിയേട്ടാ തലയൊക്കെ പിടിച്ചോണ്ട് വരുന്നത്? അതെ, അവർക്ക് തല ഫെസ്റ്റിവൽ അല്ലേ, അതുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ കളിയാക്കാണോ? എന്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ. പടക്കം പൊട്ടിച്ച് ആകെ തലപ്രാന്തായി എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ ഫെസ്റ്റിവലിന് പടക്കം അല്ലാണ്ട് പിന്നെ എന്താ പൊട്ടിക്കുക, ബലൂണാണോ? അങ്ങനെ രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ എന്ന് പറയണേ ലക്ഷ്മി. മോൻ പോയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വാ, ഞാൻ ചായ എടുക്കുക എന്നുള്ള കാര്യം പറയാണേ. മോൻ ചെല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ വന്നൂടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി വയ്ക്കുന്നുണ്ട്. എങ്ങനെ എന്താണെന്ന് നിനക്കറിയില്ലേ? ഇടയ്ക്ക് ഓരോരോ ചോദ്യം ചോദിക്കുന്നത്. അമ്മേ പോയടുത്ത് ഫൈനാൻസിൽ കുറച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു, അതാണ് ഞാൻ. എനിക്ക് മനസ്സിലായി മോനെ, ഇന്നലെ നീ അങ്ങനെ വിഷമിച്ച് സംസാരിച്ചപ്പോൾ നിന്റെ മനസ്സിൽ എന്തോരം വിഷമമുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ പറയുന്നതുകൊണ്ട് മോൻ എന്നോട് ദേഷ്യം തോന്നരുത്. ഈ ലോകത്ത് ആർക്കാണ് കഷ്ടമില്ലാത്തത്? എന്ത് കരുതിയിട്ട് എല്ലാവരും കുടിക്കാണോ മോനെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഈ ലോകത്ത് കഷ്ടമുള്ള ആൾക്കാരൊക്കെ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാറിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ബാറിൽ ചെന്ന് കുടിച്ചാൽ കഷ്ടമെല്ലാം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റലും അമ്പലങ്ങളൊക്കെ എല്ലായിടത്തും മൂടിക്കളയായിരുന്നല്ലോ. മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ മോനെ അത് തുറന്ന് പറ. ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറ. ഇങ്ങനെ ശരീരം കേടുവരുത്തരുത്. ഈ ശീലം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ മര്യാദയും പോകും അതോടുകൂടി. എന്തോ മോനെ എനിക്ക് പറയണമെന്ന് തോന്നി, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയോട് നിന്ന് പോവാണേ. സച്ചിയുടെ വാ നമുക്ക് പടക്കം പൊട്ടിക്കുക എന്നുള്ള കാര്യം അനിയൻ പറയുന്ന സമയത്ത് ദേവ് പറയുന്നുണ്ട്, സച്ചിയുടെ ഇപ്പം എണീറ്റല്ലേ ഉള്ളൂ, ചായയൊക്കെ കുടിച്ചിട്ട് വരും. സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു കുറ്റം ബോധമൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചി. ആ സമയത്ത് കുറച്ച് എണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് രേവതിയുടെ അനിയൻ്റെ അടുത്ത് സച്ചിയുടെ തലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നീ എന്തിനാണ് എനിക്ക് എണ്ണ ഇട്ട് തരുന്നത്, ഞാൻ ഇട്ടോളാം എന്ന് പറയുമ്പോൾ അതാണ് മോനെ മൊറ എന്നുള്ള കാര്യം പറയുകയാണേ. അതൊന്നും എനിക്ക് സെറ്റ് ആവില്ല, ഒന്നെങ്കിൽ എൻ്റെ അച്ഛമ്മ വെച്ച് തരണം, അല്ലെങ്കിൽ ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറയണേ. നീ അവിടെ വെക്കട എന്ന് പറയണേ. കുറച്ച് നിങ്ങളുടെ ഇട്ട് തരാൻ വേണ്ടി പോകുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് രേവതി ചോദിക്കുകയാണ്. അതൊന്നും വേണ്ട, നീ തന്നെ എൻ്റെ തലയിൽ കയറിയിട്ട് കൂടുതൽ നരകുന്നുണ്ടല്ലോ, ഇനി അത് പോരാത്തതിനാണോ എന്ന് ചോദിക്കുകയാണേ.
ഞാൻ തന്നെ തലയിൽ എണ്ണ ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് ഊരാണേ. അങ്ങനെ വലിയ ആളെ പോലെ തലയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം പാത്രം മാറിയിട്ട് ടീന്റെ ഗ്ലാസ് എടുത്തിട്ട് ചായ എടുത്ത് തലയിൽ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനിയൻ പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ അത് എണ്ണയല്ല ചായയാണ്. അങ്ങനെ എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എല്ലാവരുടെയും ചിരി അടക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മി. പക്ഷേ സച്ചി ചൂടാവുകയാണ് അനിയൻ്റെ അടുത്ത്. എടാ എണ്ണ വെച്ചെടുത്ത് നീ എന്തിനാണ് ടീ ഗ്ലാസ് കൊണ്ടുവച്ചെന്നുള്ള കാര്യം. എന്നിട്ട് ചമ്പൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് എണ്ണേൻ്റെ പാത്രം എടുത്തിട്ട് പോവാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്.